ഹലോ അസ്സലാമലൈക്കും. കുറച്ച് കാലമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ കുറേ ആൾക്കാർ ആയി മെസ്സേജ് അയക്കുന്നു. കുറച്ച് പേർക്കൊക്കെ അറിയാം, അപ്പോൾ അറിയാത്തവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രഗ്നൻസി ഒക്കെ ആയിട്ട് റിലേറ്റ് ആയിട്ടുള്ള കുറച്ച് തിരക്കുകളിലൊക്കെ ആയിരുന്നു. പിന്നെ ചിലർക്കൊക്കെ അറിയാം, ഞാൻ ഓൺലൈനായിട്ട് ഡ്രസ്സ് റീസെൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഏതായാലും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കും പിന്നെ ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ വേണ്ടിയിട്ട് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഡെലിവറി ബാഗ് പാക്കിംഗ് ഒക്കെ ചെയ്തത്. അപ്പോൾ നമുക്ക് ഓരോ പ്രോഡക്റ്റ്സ് ആയിട്ട് പെറുക്കിയെടുക്കാനും പോയി വാങ്ങാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് മെറ്റേണിറ്റി കിറ്റ് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. അൽസയ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മെറ്റേണിറ്റി കിറ്റാണ്. ബിലോ 4000 തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഉള്ളത്. അപ്പോൾ മെയിനായിട്ടൊരു ഹാമ്പർ ബാസ്ക്കറ്റും മോസ്കിറ്റോ ബെഡും ഉണ്ടാവും. പിന്നെ ബാക്കി അത് കുറച്ച് അത്യാവശ്യമുള്ള പ്രോഡക്റ്റ്സൊക്കെ മൊത്തത്തിലൊരു 18 പ്രോഡക്റ്റ്സ് ഉണ്ട്. അതും ബിലോ 4000 തന്നെ കിട്ടും. എൻ്റേത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള മെറ്റേണിറ്റി കിറ്റാണ്. അപ്പോൾ ഞാൻ കയ്യിൽ മോസ്കിറ്റോ ബെഡ് ഉള്ളതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് അതിന് പകരം തൊട്ടിയിലെ തുണിയും അതിൻ്റെ നെറ്റൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഇതിൽ മെയിനായിട്ടുള്ളത് കുറച്ച് കുട്ടീനെ പൊതിയുന്ന സ്വാഡിലുകളും ബാത്ത് ടവലും ഒക്കെയാണ്. പിന്നെ അതാ തൊട്ടിലെ തുണി, പിന്നെ അതിൻ്റെ നെറ്റും. ഇതൊക്കെ ഞാൻ ഇനി ഓരോന്നും ഓപ്പൺ ചെയ്ത് കാണിക്കട്ടോ. പിന്നെ കുട്ടിക്ക് ഇടുന്ന കുഞ്ഞുടുപ്പുകൾ കെട്ടുന്നത് അത് കുറച്ച് അധികമുണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു റീയൂസബിൾ ഡയപ്പർ. അത് മോനൊക്കെ ഉണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയതാണ്. അപ്പോൾ ഞാൻ എക്സ്ട്രായും കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സോപ്പ്, ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഈ ഡ്രൈ ഷീറ്റ്. പിന്നെ അതും വാങ്ങിക്കുമ്പോൾ എപ്പോഴും സ്മോൾ മേടിക്കാത്തത് നല്ലത്, പെട്ടെന്ന് ചെറുതായി പോകും. മീഡിയം ലാർജൊക്കെ മേടിക്കണം. ഇവർ മീഡിയം ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ക്ലോത്തിൻ്റെ കിട്ടുന്ന ഡയപ്പറും പിന്നെ ഒരു പാക്കറ്റ് വൈപ്സ് ഉണ്ട്. പിന്നെ അതേപോലെ ഒരു തൊപ്പിയും ബൂട്ട്സും മീറ്റൻസും കൂടിയുള്ള ഒരു സെറ്റുമുണ്ട്. ഇത് ഡയപ്പർ പാഡാണ്. അത് ഒന്ന് ഇതിൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ 2 ഞാൻ എക്സ്ട്രാ മേടിച്ചതാണ്. അങ്ങനെ ഇതൊക്കെയാണുള്ളത്. ഇനി ഇതിലത്തെ ഓരോ കാര്യങ്ങളും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതിൽ ഈ ക്ലോത്ത് ഡയപ്പറാണ്. നല്ല ക്ലോത്താണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഒക്കെ ബ്രാൻഡഡ് തന്നെയാണ് സാധനങ്ങൾ മൊത്തം. പിന്നെ ഇതിങ്ങനെ ബട്ടൺസ് വരുന്നതിനെ കൊണ്ട് അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും. പാഡ് മാറ്റി ഇങ്ങനെ കൊടുത്താൽ മതി. പിന്നെ വരുന്നത് നമ്മളെ കുഞ്ഞുടുപ്പുകൾ. അതൊരു പാക്കറ്റിൽ 10 പീസ് ഉണ്ട് കേട്ടോ. ജബലാസ് എന്നൊക്കെ പറയും. അപ്പോൾ വൈറ്റാണ് അധികം കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യണതല്ല. അപ്പോൾ വൈറ്റ് ഒരു 5 പീസ് ഉണ്ട്. പിന്നെ ഒരു 5 വേറെ വേറെ കളറിൽ വേറെയും ഉണ്ട് കേട്ടോ. പിന്നെ കെട്ടണ നല്ല പ്യുവർ കോട്ടണിൽ തന്നെയാണ്. അപ്പോൾ ഇതിന്നൊരു 2-3 എടുത്തിട്ട് ഞാൻ വാഷ് ചെയ്തിട്ട് ഹോസ്പിറ്റൽ ബാഗിൽ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ള ഈ തൊട്ടിലെ തുണി കേട്ടോ, നല്ലൊരു ക്വാളിറ്റി ഉള്ള സംഭവമാണ്. ക്യാപ്ഷനേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ തന്നെയാണ്. മോൾ ഭാഗത്തൊരിങ്ങനെ നെറ്റ് പോലെ വന്നിട്ട് ബാക്കിയുള്ള ഭാഗത്ത് നല്ലൊരിങ്ങനെ പ്രിൻ്റഡ് ആയിട്ട് വരുന്നത്. അതും പ്യുവർ കോട്ടണിൽ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇങ്ങനെ ഈ തൊട്ടിലിൻ്റെ ഫുള്ള് സെറ്റായിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ. സ്പ്രിങ്ങും അതിൻ്റെ കുളത്തൊക്കെ കൂടി ഉണ്ടായിട്ട്. പക്ഷേ എനിക്കതൊക്കെ ഇവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് തുണിയും നെറ്റും മാത്രമാണ് മേടിച്ചത്. ഇനി നെറ്റ് വരുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റിലൊരു നെറ്റാണ്. ഞാൻ ഈ കളറൊന്നും ഞാൻ സെലക്ട് ചെയ്തതല്ല കേട്ടോ, ഇതൊക്കെ അവർ വെച്ചത് തന്നെയാണ്. പിന്നെ 2 സ്വാഡിലാണ് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളത്. അത് കുഞ്ഞുങ്ങളെ പൊതിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നല്ല കട്ടിയുള്ള ഒന്ന്, നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാനുള്ളതും, പിന്നെ ഒന്ന് റിസീവിങ് സ്വാഡിൽ അത്ര കട്ടിയില്ലാത്തത്. ഇത് നല്ല കട്ടിയുണ്ട്. പോപ്പീസ് പറഞ്ഞ ബ്രാൻഡിൻ്റെ തന്നെ വൈറ്റ് കളറിലാണ് കേട്ടോ. നല്ല പ്യുവർ കോട്ടൺ തന്നെയാണ് എല്ലാം. പിന്നെ ഒരു ബേബി ബാത്ത് ടവല് ഞാൻ ശരിക്കും 2 കോട്ടൻ്റെ കുഞ്ഞ് തോർത്തുമുണ്ട് മേടിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ടർക്കി ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതും അത്യാവശ്യം ഒരു പാകത്തിനുള്ള വലുപ്പത്തിലാണുള്ളത്.
പിന്നെ നല്ല പ്യുവർ കോട്ടൻ്റെ ക്ലോത്ത് നാപ്പീസ് ഉണ്ട് കുറച്ചെണ്ണം, ഒരു 4-5 പീസ് ഉണ്ട്. വൈറ്റ് ആണ്, തുണിയാണ് നമ്മൾ അധികം യൂസ് ചെയ്യണത്. എന്നാലും ഇതും കൂടി 2-3 എണ്ണം ഞാൻ വാഷ് ചെയ്ത് വെക്കുന്നുണ്ട് ഹോസ്പിറ്റൽ ബാഗിൽ. ഫസ്റ്റ് കുറച്ച് ദിവസങ്ങളിലേക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, കുഞ്ഞതാണ്. പിന്നെ ഇതാണ് റിസീവിങ് ടവല്, നല്ല സോഫ്റ്റാണ്. ഫസ്റ്റായിട്ട് ബേബീനെ റിസീവ് ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്, കുറച്ച് കാലം വരെയൊക്കെ യൂസ് ചെയ്യാം, ഭയങ്കര വലുതല്ല. പിന്നെ ഇപ്പോൾ അധികം ഹോസ്പിറ്റലിലും റിസീവിങ് ടവലൊക്കെ അവർ തന്നെ തരുന്നുണ്ട്. എന്നാലും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എടുത്ത് വെക്കാൻ വിചാരിച്ചിട്ട് അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ എക്സ്ട്രാ മേടിച്ചത് ഈ ഒരു എക്സ്ട്രാ സ്മോൾ വരുന്ന ഡയപ്പറും പിന്നെ മെറ്റേണിറ്റി പാഡുമാണ്. എല്ലാം അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പം ഓരോ പ്രൊഡക്റ്റും ആഡ് ചെയ്യുമ്പോൾ വരുന്ന എക്സ്ട്രാ റേറ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ന്യൂമാമിൻ്റെ പാഡും 4 എണ്ണവും പിന്നെ ഒരു ഫിക്സേറ്ററുമാണ് ഇതിൽ വരുന്നത്. പാഡ് ഫിക്സേറ്റർ നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും ഡെലിവറി ബാഗിൽ മസ്റ്റായിട്ട് വെക്കേണ്ടതാണ്. നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അടുത്തൊക്കെ ഇത് വാങ്ങാനുണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ട് അതൊക്കെ തിരഞ്ഞ് നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് മേടിച്ചു എന്നുള്ളൂ, സ്റ്റോക്കാക്കിയതാണ്. പാഡ് ഫിക്സേറ്റർ പറഞ്ഞാൽ ചിലർക്ക് അറിയുണ്ടാവില്ല, നമുക്ക് യൂസ് ചെയ്തിട്ട് ഒഴിവാക്കാം, പാൻറ്റി പോലെ തന്നെ യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ നമുക്ക് റീയൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മെറ്റേണിറ്റി പാഡായാലും ഇത് നല്ല ഹൈ അബ്സോർബൻസി ഉള്ളതാണ്. ഈ 2 ഐറ്റംസും ഞാൻ ഓൺലൈനായിട്ട് വേറെ തന്നെ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അവരുടെ കയ്യിൽ അപ്പം സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുന്നത് ലാഭമാണെന്ന് തോന്നുക, അങ്ങനെ ചെയ്യാം കേട്ടോ. എനിക്കിപ്പം ഷോപ്പുകളും ഇല്ല, പിന്നെ ഈ സമയത്ത് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും ഇതാണ് കുറച്ചും കൂടി ഒരു യൂസ്ഫുള്ളായിട്ട് തോന്നിയത്. അപ്പോൾ വാങ്ങിക്കേണ്ടവർക്ക് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ മെറ്റേണിറ്റി കിറ്റ് വാങ്ങാനുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.